ഹായ്. നമ്മളുള്ള വെള്ളത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മുന്നിലുള്ള വെള്ളത്തെ നാം ചൂടാക്കുകയാണെങ്കിൽ അത് അത് ആ ചൂടെല്ലാം അബ്സോർബ് ചെയ്ത് തിളച്ച് നീരാവിയായി മാറുന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അതിൻ്റെതായ ഒരു സമയം വരുമ്പോൾ തികച്ചും അത് വെള്ളമായി തന്നെ തിരിച്ച് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതുപോലെ വെള്ളത്തെ നാം തണുപ്പിക്കുകയാണെങ്കിൽ നാം പഠിച്ചിട്ടുണ്ട്, 0 ഡിഗ്രിയിലേക്ക് എത്തുന്ന സമയത്ത് വെള്ളം സോളിഡ് ഫോമിലുള്ള ഐസായി മാറുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതും ഇതേപോലെ തന്നെ അതിൻ്റെതായ ഒരു സമയം വരുന്ന സമയത്ത് ലിക്വിഡ് ഫോമിലേക്കുള്ള വെള്ളമായി തന്നെ നമ്മുടെ മുന്നിലേക്ക് അത് പ്രത്യക്ഷപ്പെടുന്നു. വെള്ളത്തെ നാം ഒരു വലിയ പാത്രത്തിലോ ഒരു കുളത്തിലോ ഇട്ട് ചലിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഓളപ്പരപ്പുകൾ വന്ന് അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. എന്നാൽ സ്വാഭാവികമായും കുറച്ച് സമയം അത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അത് വീണ്ടും പഴയ പോലെ വളരെ ശാന്തമായി സൗമ്യമായിരിക്കുന്ന നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് തന്നെയല്ലേ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും അവസ്ഥ? നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാ സമയവും ശാന്തവും സ്വസ്ഥവും സമാധാനവുമായ രീതിയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് സന്തോഷങ്ങളും പുതിയ പുതിയ ചിന്തകളും നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള തീരുമാനങ്ങളൊക്കെ നാം എടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ മനസ്സിലേക്ക് നാം പ്രതീക്ഷിക്കാതെ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് പോലും ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നാൽ നാം തികച്ചും അസ്വസ്ഥരാവാണ്. ആ സമയത്താണ് നമ്മുടെ മനസ്സിലേക്ക് ദുഃഖം, ദേഷ്യം, ആങ്സൈറ്റി, ഒറ്റപ്പെടൽ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നുവിടുന്നത്. നാം ഇതിനെ വകവയ്ക്കാതെ നാം വീണ്ടും മാറാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ കണ്ടെത്തി ഇത് സപ്രസ് ചെയ്ത് വെക്കാതെ ഇതിനെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്ക് ആ വെള്ളം പഴയ രൂപത്തിലേക്ക് വന്ന പോലെ തന്നെ നമുക്കും നമ്മുടെ മനസ്സിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എത്ര കാലം നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സപ്രസ് ചെയ്ത് നാം മുന്നോട്ട് പോകുന്നു, ആ സമയത്തെല്ലാം നാം കേൾക്കുന്ന കുറേ വാക്കുകളുണ്ട്, വാചകങ്ങളുണ്ട്. അവനിപ്പോൾ ആകെ മാറിയിട്ടു, അവൻ്റെ പണ്ടത്തെ സ്വഭാവമൊന്നല്ലത്, അവനാകെ ദേഷ്യക്കാരനായി, അല്ലെങ്കിൽ അവൻ ആരോടും മിണ്ടുന്നില്ല, ഒറ്റപ്പെട്ടു പോകുന്നതെല്ലാം. ഇതിനെല്ലാം കാരണം വേറെ ആരുമല്ല, നാം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാതെ നാം സപ്രസ് ചെയ്ത് വെച്ചേക്കണ ഇത്തരം ചിന്തകളും വികാരങ്ങളും തന്നെയാണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ നാം പഠിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം എങ്ങനെ റിലീസ് ചെയ്യാം, ഇതെല്ലാം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് വേണ്ടി സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പറഞ്ഞ രീതിയിലുള്ള നമ്മളായിട്ട് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് തന്നെ തിരിച്ചു വരണ്ടേ? എന്നും ഇങ്ങനെ അടക്കി പിടിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? സന്തോഷവും സമാധാനമുള്ള മനസ്സുമായി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നാം തന്നെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ആവശ്യമില്ലാത്ത ചിന്തകളെയും വികാരങ്ങളെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്ത് കളയാം. ഒത്തിരി മാർഗങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. പലപ്പോഴും നാം പല സ്ഥലത്തു നിന്നും വായിച്ചും കേട്ടും കണ്ടും അറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കി നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഓരോ ദിവസത്തെയും മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആശിക്കുന്നു.